ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലെ പരിപാടികൾക്കും സൽക്കാരങ്ങൾക്കും വൈകുന്നേരങ്ങളിലെ പലഹാരമായിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമായിരിക്കും. ഈ പലഹാരത്തിൻ്റെ പേരാണ് കളർഫുൾ വട്ടയപ്പം. അടുത്തതായി നമുക്കിനി ഇത് പാകം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി 500 ഗ്രാം, പഞ്ചസാര 250 ഗ്രാം, ഈസ്റ്റ് 3/4 ടീസ്പൂൺ, റവ 150 ഗ്രാം കുറുക്കിയത്, തേങ്ങാപ്പാൽ 1 കപ്പ്, അവസാനമായി 3 വ്യത്യസ്തമായ ഫുഡ് കളറുകളും. ഇതെല്ലാമാണ് ഇതിൻ്റെ ചേരുവകൾ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആദ്യമായിട്ട് അരിപ്പൊടിയാണ് എടുത്തിടുന്നത്. ഈ അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിവിടെ 3/4 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈസ്റ്റ് അതിൽ ചേർക്കണം. ഇപ്പോൾ അതിനുശേഷം നമ്മളിനി പഞ്ചസാരയാണ് നമ്മളിനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു അരറിയ പഞ്ചസാര നമ്മൾക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. മധുരം ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും അരിപ്പൊടി ഈ 3 ഐറ്റംസും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് അത് മിക്സ് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ, കാച്ചി വച്ചിരിക്കുന്ന റവയാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ ഈ 4 ഐറ്റംസായി. ഇപ്പോൾ ഇനി അതും കൈ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തൊരു കുഴമ്പ് പരുവത്തിലാക്കണം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം അതൊരു കുഴമ്പ് പരുവത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടിട്ട് നമുക്കൊരു അല്പം വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതെ, നമ്മളിപ്പോൾ ഒരു വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യാം. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ടൊക്കെ ഒരുമാതിരി കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന റവയും കൂടിയാണ് ഇപ്പം നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സാധനം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് പൊന്തണം. അതിനുവേണ്ടി ഒരു 3 മണിക്കൂർ നേരം നമ്മളതിനെ മൂടി നമ്മളത് വെക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 3 മണിക്കൂർ നമ്മൾ അടച്ചു വെച്ചു. നമുക്ക് നോക്കിയാൽ അറിയാം മാവ് പൊന്തിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചത് കുറച്ചിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വീണ്ടും കുറച്ചുകൂടി നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് അത് എന്തിനാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊരു കുഴമ്പ് പരുവത്തിലാകണം. അതിന് വേണ്ടിയിട്ടാണ് നോക്കി നമ്മൾ പല വട്ടമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത്. ഇത്രയും കൂടി നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിനി ഉപ്പാണ് നമ്മളിനി ചേർക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കൂടിപ്പോകരുത്. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടണേ. ഇപ്പോൾ ഇളക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് മാവുമായിട്ട് നന്നായിട്ട് ലയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി ചേർത്ത്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇത് 1 മണിക്കൂർ നേരം കൂടി നമ്മളിത് മൂടി വെക്കും. ഇപ്പോൾ നമ്മളത് മൂടി 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുക. നമ്മളതെടുത്ത് 3 പാത്രത്തിലായിട്ട് പകർന്നു വെച്ചു. നമ്മൾ ഇനി ചേർക്കാനുള്ള കളറുകളിൽ ആദ്യത്തെ കളർ നമ്മൾ ഗ്രീൻ കളറാണ്. ഇപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ആ മാവിൽ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊന്നറിയണം, ഈ മാവിലേക്ക് നമ്മൾ ഈ കളറിടുമ്പോൾ ഒരു നുള്ളി ഇടാൻ പാടുള്ളൂ. കളറ് അധികമായി പോകരുത്. കളറ് ഒരു നുള്ളിട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും കളറുള്ളത്. നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ആ കളറ് ഇളകി കറക്റ്റ് ആയിക്കോളും.
ഉണ്ടാവും, ഒരു നുള്ളിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ ഒരു നുള്ളി ഇടാൻ പാടുള്ളത്. ഇതിപ്പോൾ യെല്ലോയാണത്. അതും നന്നായിട്ട് മിക്സ് ചെയ്യണേ. ശ്രദ്ധിക്കേണ്ട ഇതാണ്, മിക്സ് ചെയ്യണം. ശരിക്കും മിക്സിങ് ആണ് ഇതിൻ്റെ പ്രാധാന്യം. മിക്സ് ചെയ്ത് ആ മാവായിട്ട് നന്നായിട്ട് അത് ഇളകി ചേരണം. അപ്പം അതും ഇളകി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട്. അടുത്തത് നമ്മളിപ്പോൾ ഇട്ടേക്ക് ഓറഞ്ചാണിത്. അതും പറഞ്ഞതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. നമ്മൾ ഈ കളർ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്നത്. നന്നായിട്ടതും മിക്സായി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ കാണും പോലെ 3 കളറും നമ്മളിപ്പോൾ മാവായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്കിത് ഇനി പാകം ചെയ്യാം. നമ്മളതിനായിട്ട് ഉപയോഗിക്കുന്ന ഇഡിൽ ചെമ്പാണ്. ഇപ്പോൾ നിങ്ങൾ കാണും പോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മളതിൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് തേച്ചത്. വെളിച്ചെണ്ണയാണ് നമ്മൾ തേക്കേണ്ടത്. അതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ഗ്രീൻ കളറിലുള്ള മാവാണ് നമ്മളിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് 2 തവി നമ്മളതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമ്മളത് വേവിക്കും. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കാണുന്നത് പോലെ ആ ഗ്രീൻ കളറ് അല്പം ഒന്ന് ആവിയിൽ വെന്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ യെല്ലോയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. യെല്ലോയും 2 തവി തന്നെ അതിലേക്ക് ഒഴിച്ചു. കയ്യിലുകൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒരേ അളവിൽ ലെയർ ചെല്ലാൻ തക്കവണ്ണം ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളത് ഒന്നും കൂടി ഒരു 10 മിനിറ്റ് നേരവും കൂടി വീണ്ടും നമ്മൾ ആവിയിൽ വേകാൻ വേണ്ടിയിട്ട് വീണ്ടും മൂടി വെക്കുക. അപ്പോൾ ആ യെല്ലോയും അതൊന്ന് ആവിയിലൊന്ന് ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ച് മാവാണ് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല രസകരമായിട്ട് തോന്നും. ഒരു കലാപരമായിട്ടുള്ളൊരു കുക്കിങ്ങാണിത്. ഇപ്പോൾ ഓറഞ്ച് നമ്മൾ ആഡ് ചെയ്ത് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇനി ഒരു അരമണിക്കൂർ നമ്മളിനി വേവിക്കണം. അരമണിക്കൂർ ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വേവ്. ഇപ്പോൾ വേണ്ട അരമണിക്കൂർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കളർഫുൾ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് അപ്പം പൊന്തിയിട്ടുമുണ്ട്. നമ്മളത് ശരിക്ക് ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം നമ്മളത് വിടിയിച്ചെടുക്കാനായിട്ട്. ചൂടാറും വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മളത് വിടിയിച്ച് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് കത്തി ഉപയോഗിച്ച് സൈഡിലൂടെ കത്തി ഒന്ന് ഓടിച്ചിട്ട് ഇതുപോലെ കഴുത്തി എടുക്കണം. ഇതുപോലെ നമ്മൾ വിടിയിച്ച് എടുത്ത് ഇപ്പം നമ്മൾ ആ വിടിയിച്ചെടുത്ത ആ അപ്പം നമ്മളൊന്ന് കട്ട് ചെയ്യണേണ്. നമ്മൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്തു. അതിൻ്റെ ആ ലെയറൊക്കെ നോക്കിയേ, 3 ലെയറായിട്ട് നല്ല കളർഫുള്ളായിട്ട് വളരെ വ്യത്യസ്തമായ അപ്പം ഉണ്ടോ.
ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പല ഡിസൈനിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അതുപോലെ നല്ല കളർഫുള്ളായിട്ട് പല ലെയറായിട്ടുള്ള ഈ അപ്പം പല രീതിയിൽ ഡിസൈനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ കളർഫുൾ വട്ടയപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.